ഹലോ ഗൈസ്, നമുക്കിന്നൊരു 1 പോട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. ഞാനിവിടെ 400 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 സവാള, ഒരു തക്കാളി, പിന്നെ ഞാൻ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, മല്ലിയില, പുതിന എല്ലാം കൂടെ ക്രഷ് ചെയ്തിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ ഓൾറെഡി പച്ചമുളക് അതിൽ ക്രഷ് ചെയ്തിട്ടുള്ളതുകൊണ്ട് 1/4 ടീസ്പൂൺ ആഡ് ചെയ്യുന്നു. പിന്നെ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഞാൻ കല്ലുപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉപ്പ് ഏതാണെന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 2 ടീസ്പൂൺ തൈര് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ മസാല, ഗരം മസാല എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് കുക്കറിൽ ഒരു വിസിലടിച്ചെടുക്കാം. വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട, ഓൾറെഡി ചിക്കനിലുള്ള വെള്ളം നമുക്കിതിലേക്ക് ഇറങ്ങി വരും. പ്രഷർ റിലീസ് ചെയ്തതിന് ശേഷം തുറന്നു കഴിഞ്ഞാൽ നമുക്കിത് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. നമ്മൾ ബിരിയാണിയുടെ അരി കഴുകി സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. ഒരു 1.5 ഗ്ലാസ് അരി ഞാൻ എടുത്തിട്ടുണ്ടാവും. അതിലേക്ക് ഞാൻ ഒരു 1.25 ഗ്ലാസ് വെള്ളം മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഓൾറെഡി ചിക്കനിലുള്ള വെള്ളം ഇറങ്ങിയിട്ടുള്ളതുകൊണ്ട് നിങ്ങൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ എടുത്താൽ മതി. അരി ആഡ് ചെയ്തെടുത്ത് പിന്നെ ഹോൾ സ്പൈസസും ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുക്കർ അടച്ചതിന് ശേഷം 2 വിസിലടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോ ഓയിൽ കുക്കർ ബിരിയാണി റെഡി. ഓയിൽ ആഡ് ചെയ്യണമെന്നുള്ളവർക്ക് ഒരു സ്പൂൺ നെയ്യ് ഈ സമയത്ത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഹെൽത്തി ആയിട്ടൊരു വേർഷൻ ഉണ്ടാക്കിയതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.